ഫുൾ ടൈം രാഷ്ട്രീയവുമായി നടന്ന വി.ഡി. സതീശൻ എന്ന ചെറുപ്പക്കാരന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഒരു സിനിമയാണ്. മലയാളത്തിൽ ഇന്നും ക്ലാസിക് കൾട്ടായി കണക്കാക്കുന്ന ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം സിനിമയായിരുന്നു അത്. 1991 പുറത്തിറങ്ങിയ ഈ ചിത്രം കണ്ടതിനു ശേഷമാണ് രാഷ്ട്രീയത്തിനൊപ്പം പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചതെന്ന് വി.ഡി. സതീശൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വക്കീൽ പരീക്ഷ മികച്ച മാർക്കോടെ പാസ്സായി എൻറോൾ ചെയ്തിരുന്നുവെങ്കിലും KSUവിലൂടെയുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ തിരക്ക് കാരണം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ പോയിരുന്നില്ല. എന്നാൽ സന്ദേശം സിനിമ കണ്ടതോടെ ആ ചിന്ത മാറി. സിനിമയുടെ അവസാനം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിലും ശ്രീനിവാസന്റെ കഥാപാത്രം വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു. സിനിമ കണ്ടതിന്റെ പിറ്റേ ദിവസം തന്നെ സതീശൻ വക്കീൽ ഓഫീസിൽ പോയി ജോലി തുടങ്ങുകയും ചെയ്തു. രാവിലെ 8 മണിക്ക് ഓഫീസിലെത്തുകയും രാത്രി 1 മണിവരെ വക്കീൽ ജോലിയിൽ മുഴുകുകയും ചെയ്യുന്ന ശീലത്തിലേക്ക് അദ്ദേഹം മാറി. 8 വർഷത്തോളം നീണ്ട തന്റെ വക്കീൽ പ്രാക്ടീസ് പിന്നീട് നിയമസഭയിലെ ഇടപെടലുകളിലും നിയമനിർമ്മാണ ചർച്ചകളിലും വലിയ രീതിയിൽ സഹായിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തെ ഒരു മുഴുസമയ ജോലി എന്നതിലുപരി ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പ്രൊഫഷനൊപ്പം കൊണ്ടുപോകണമെന്ന പാഠമാണ് ഈ ചിത്രം വി.ഡി. സതീശന് നൽകിയത്. കോൺഗ്രസിൽ AI ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമായിരുന്ന കാലത്തും ഒരു രീതിയിലുള്ള വിഴുപ്പലക്കലുകൾക്ക് കൂട്ടുനിൽക്കാതെ ഗ്രൂപ്പ് അതീതനായി നിന്ന വ്യക്തിയാണ് സതീശൻ. താൻ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്ന കാർത്തികേയൻ ആദ്യം I ഗ്രൂപ്പിലും പിന്നീട് തിരുത്തൽവാദിയുമായി കണക്കാക്കപ്പെട്ടതോടെ സതീശനിലും ആ ബന്ധം ആരോപിക്കപ്പെട്ടു. തുടക്കകാലത്തെ K. കരുണാകരന്റെയും പിന്നീട് രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലുള്ള I വിഭാഗത്തോടായിരുന്നു അദ്ദേഹത്തിനും അടുപ്പം. പക്ഷേ ഗ്രൂപ്പുകൾക്ക് അതീതമാണ് പാർട്ടി എന്ന നിലപാടായിരുന്നു സതീശന് എന്നും. ഉമ്മൻചാണ്ടിയെയും രാഷ്ട്രീയത്തിൽ തനിക്ക് വലിയ മാതൃകയാക്കാവുന്ന വ്യക്തിയായിട്ടാണ് സതീശൻ കാണുന്നത്. സഭ്യമായ ഭാഷയും വ്യക്തിഹത്യ നടത്താത്ത ശൈലിയും ഉമ്മൻചാണ്ടിയിൽ നിന്ന് പഠിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വിരാമമായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഉച്ചയ്ക്ക് മുന്നേ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയായിരുന്നു. ദില്ലിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വലിയ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾക്കും നേതൃത്വ തർക്കങ്ങൾക്കും ഒടുവിലാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം.